ദേ ദേ പ്യാർ ദേ 2 എന്ന സിനിമയിൽ തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ടതായിട്ട് തോന്നിയ ഒരു കാര്യം ഇതൊരു പ്രോപ്പറായ സീക്വൽ ആണ് എന്ന കാര്യമാണ്. ഒരേ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് വേറെ കഥ പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ സിനിമ അവസാനിച്ച സ്ഥലത്ത് നിന്നാണ് ഇവിടുത്തെ കഥ തുടരുന്നത്. ഒരേ ടൈറ്റിലിന്റെ അറ്റത്ത് 1, 2, 3, 4 എന്ന് ചേർത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പടച്ചുവിടുന്ന നിലവിലെ ബോളിവുഡ് രീതിയിൽ നിന്ന് ഇതൊരു വ്യത്യാസമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഗംഭീരമായ മാറ്റങ്ങളൊന്നും ഈ സിനിമ മേക്കിങ്ങിൽ കൊണ്ടുവരുന്നില്ല. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കാവുന്ന ഒന്നാക്കി മാറ്റുന്നത് ലവ് രഞ്ജൻ എഴുതിയിട്ടുള്ള അതിലെ ഡയലോഗ് ഹ്യൂമറാണ്. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴും ഈ ഹ്യൂമർ തന്നെയാണ് നമ്മളെ മുഷിപ്പിക്കാതെ ഇരുത്തുന്നത്. മെയിൻ ലീഡുകളുടെ പ്രായവ്യത്യാസം എന്ന വിഷയത്തെ വേറൊരു രീതിയിലേക്ക് പുഷ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഒട്ടും ദഹിക്കാത്ത തരം ഒരു ട്വിസ്റ്റ് നിറഞ്ഞ മാസ്റ്റർ പ്ലാൻ കാണിച്ചുകൊണ്ട് ഒരു സിറ്റ്കോം പോലെ കണ്ടിരിക്കാവുന്ന സിനിമ എന്നതിൽ നിന്ന് പെട്ടെന്ന് ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിലെ സിനിമകളുടെ നിലവാരത്തിലേക്ക് ഈ പടം കൂപ്പുകുത്തുന്നുണ്ട്. ഏതാണ്ട് തന്റെ പകുതി പ്രായമുള്ള ആയിഷയെ കല്യാണം കഴിക്കുന്ന കാര്യം കുടുംബത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നോക്കുന്ന ആശിഷിന്റെ കഥയായിരുന്നു ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ സമ്മതിപ്പിച്ചെടുക്കാൻ രണ്ടുപേരും പോകുന്നത് ആയിഷയുടെ വീട്ടിലേക്കാണ്. ആയിഷയുടെ അച്ഛനും അമ്മയും ആശിഷിന്റെ അതേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇത്തവണ ആ രീതിയിലുള്ള ചില പ്രശ്നങ്ങളാണ് ഈ കപ്പിൾ നേരിടുന്നത്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആയിഷയുടെ പാരൻസിന്റെ വിമുഖതയും അതൊക്കെ എങ്ങനെ ചെന്ന് അവസാനിക്കുന്നു എന്നതുമാണ് ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ശ്വാസം വിടാതെ പറയുന്ന ഹ്യൂമറുള്ള ഡയലോഗുകൾ എഴുതി പിടിപ്പിക്കുന്നതിൽ ലവ് രഞ്ജൻ എന്ന എഴുത്തുകാരന് ഒരു പ്രത്യേക കഴിവുണ്ട്. പ്യാർ കാ പഞ്ച്നാമ സിനിമകളിൽ നമ്മൾ അത് കണ്ടിട്ടുള്ളതുമാണ്. ഈ സിനിമയുടെ തന്നെ ഒന്നാം ഭാഗത്തിൽ അജയ് ദേവ്ഗണും ജാവേദ് ജാഫ്രിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ സാമാന്യം നല്ലപോലെ നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അതിന്റെ തുടക്ക ഭാഗങ്ങളിൽ ഇതുപോലെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ട്രെയിലറിൽ നമ്മൾ കണ്ടതിനെ ഒന്ന് വലിച്ചു നീട്ടിയതുപോലത്തതാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. അതായത് പ്രോഗ്രസീവ് ആണെന്ന് പുറമേ നിന്ന് പറയുന്ന ആയിഷയുടെ പാരൻസിന് ആശിഷിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് പൊളിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങുന്ന സ്ഥലത്താണ് പടം പാളി തുടങ്ങുന്നത്. വലിയ ഏജ് ഗ്യാപ്പുള്ള പ്രണയത്തെ നോർമലൈസ് ചെയ്യുക എന്നതാണ് ഈ സിനിമയുടെ ഒരു ലക്ഷ്യം. ഉദ്ദേശശുദ്ധി നോക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഖുറാനയൊക്കെ ചെയ്യുന്നത് പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കോമഡി സിനിമ സ്പേസിൽ വരേണ്ട പടമാണിത്. ആ ഒരു സ്പേസിലേക്ക് ഈ പടം പോകുമെന്ന് തോന്നിപ്പിക്കുന്ന ചില മൊമെന്റുകൾ ഈ സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അൻഷുൽ ശർമ്മ ഈ സിനിമയെ ക്ലീഷകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നായികയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി അവളുടെ അച്ഛൻ ചെയ്യുന്ന പരിപാടി ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള പാട്ടൊക്കെ പാടാൻ അറിയുന്ന സെയിം ഏജ് ഗ്രൂപ്പിലെ ഒരു പഞ്ചാബി ചെക്കനെ കൊണ്ടുവന്ന് മകളെ സെഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നതാണ്. ആ ഭാഗത്തെ സീനുകൾ കട്ട ക്ലീഷകളാണെങ്കിലും ആശിഷിന് ആ ഭാഗത്ത് വരുന്ന ബോധോദയം കാണുമ്പോൾ ഈ പടം ഞാൻ നേരത്തെ പറഞ്ഞ ആയുഷ്മാൻ ഖുറാന സോണിലേക്ക് പോകുമോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ തിരക്കഥ അവിടെ വെച്ച് വല്ലാത്തൊരു ട്വിസ്റ്റ് ഇടുന്നു. ഈ അബ്ബാസ് മസ്താൻ സിനിമകളിലൊക്കെ കാണുന്ന തരം ട്വിസ്റ്റിന്റെ ഒരു കോമഡി വേർഷൻ പോലെയായിരുന്നു അത്. സെൽഫ് റെഫറൻഷ്യൽ ഹ്യൂമർ ഒരുപാട് ഡയലോഗുകളിൽ കൊണ്ടുവരുന്നുണ്ട്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയും ഹം ദിൽ ദേ ചുക്കെ സനവും ജനറേഷൻ ഗ്യാപ്പ് കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അജയ് ദേവ്ഗണും മാധവനും ഇതിനു മുന്നേ ഒരുമിച്ച് അഭിനയിച്ച ഷെയ്ത്താൻ എന്ന പടത്തിന് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പല നടന്മാരുടെയും റിയൽ ലൈഫ് കാര്യങ്ങൾ കോമഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ജാവേദ് ജാഫ്രിയും മകൻ മീസാൻ ജാഫ്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതും അജയ് ദേവ്ഗണിന്റെ കഥാപാത്രത്തിന് കജോളിനെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള തരം കോമഡികളായിരുന്നു. ലവ് രഞ്ജൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളുടെ അതേ വിഷ്വൽ എസ്തെറ്റിക്സ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. വിഷ്വലുകൾ സീനിലെ ഇമോഷനെ കോംപ്ലിമെന്റ് ചെയ്യുക എന്നതിലല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. സങ്കടമുള്ള സീനാണെങ്കിലും സന്തോഷമുള്ള സീനായാലും ടാൽക്കം പൗഡറിന്റെ പരസ്യം പോലെ നല്ല വെളുത്തു തുടുത്ത് തന്നെ ഇരിക്കണം എന്നേ ഉള്ളൂ. അജയ് ദേവ്ഗൺ ഈ സിനിമയിലെ നായകനാണെന്ന് പോസ്റ്ററിലും പറച്ചിലും മാത്രമേ ഉള്ളൂ എന്ന് പറയാം. പുള്ളിക്ക് കിട്ടുന്ന സ്ക്രീൻ ടൈമും ലഭിച്ചിട്ടുള്ള ഡയലോഗുകളുടെ എണ്ണവും നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു സപ്പോർട്ടിംഗ് റോളാണ് എന്ന് തോന്നും. സ്വന്തം സിനിമകളിൽ ഡാൻസ് ചെയ്യേണ്ട സ്ഥലത്ത് അജയ് ദേവ്ഗൺ എടുക്കുന്ന അതേ എഫർട്ട് തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി ഒരുവിധം എല്ലാ നടീനടന്മാരും ഇമോഷനുകൾ പ്രകടിപ്പിക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭൂരിഭാഗം സീനുകളിലും അജയ് ദേവ്ഗൺ ഒന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന പരിപാടിയിൽ അജയ് ദേവ്ഗണിന് കമ്പനി കൊടുക്കുന്ന ജാവേദ് ജാഫ്രി പല സ്ഥലത്തും പുള്ളിയേക്കാൾ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. ആയിഷയുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് കഥ പോകുന്നത് കൊണ്ട് റകുൽ പ്രീത് സിംഗിനാണ് ഇത്തവണ ആക്ടിങ്ങിൽ കൂടുതലായിട്ട് പണിയെടുക്കേണ്ടത്. കാണാനുള്ള ഭംഗിയും ബബ്ലി ആയിട്ടുള്ള പരിപാടികളും നൈസായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മോണോലോഗ് പോലെയുള്ള നെടുനീളം ഡയലോഗുകൾ പുള്ളിക്കാരിക്ക് കൊടുക്കുമ്പോൾ ഡയലോഗ് ഡെലിവറി ഒരുമാതിരി അലർച്ചയായിട്ട് മാറുന്നുണ്ട്. ഈ പടത്തിലെ ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ക്യാരക്ടർ ലഭിച്ചിട്ടുള്ളത് ആർ മാധവനാണ്. രാകേഷ് എന്ന അച്ഛൻ കഥാപാത്രത്തിന്റെ ട്രാൻസിഷൻ സിനിമയുടെ മൂഡിനനുസരിച്ച് മാറ്റിപ്പിടിക്കാൻ മാധവന് സാധിക്കുന്നുണ്ട്. ഗൗതമി കപൂർ ആയിഷയുടെ അമ്മയായിട്ട് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരാവശ്യമില്ലാതെ കുത്തിക്കയറ്റിയതുപോലെയുള്ള ഒരു ക്യാരക്ടറാണ് മീസാൻ ജാഫ്രിക്ക് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. കപിൽ ശർമ്മ ഷോയിലെ തമാശ കാണുന്നത് പോലെ കണ്ടിരിക്കാവുന്ന തരം കോമഡികളാണ് ഈ പടത്തിൽ നല്ലൊരു ശതമാനവും ഉപയോഗിച്ചിട്ടുള്ളത്. പോപ്പ് കൾച്ചർ റെഫറൻസുകൾ മുതൽ നടീനടന്മാർ അവരവരെ തന്നെ പല രീതിയിൽ കളിയാക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പടം തരുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏജ് ഗ്യാപ്പ് എന്ന വിഷയത്തെ കോമഡിയിലൂടെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ഈ സിനിമ അച്ചീവ് ചെയ്യുമെന്നൊരു പ്രതീക്ഷ തന്നതിന് ശേഷം പ്രേക്ഷകനെ അങ്ങേയറ്റം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള
ഒരു മഹാമോശം ക്ലൈമാക്സിലേക്ക് പടം പോവുകയാണ്. ഒന്നാമത്തെ സിനിമ ഗംഭീര എന്റർടൈനർ ആണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സിനിമ ഒരുപക്ഷെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് തോന്നിയേക്കാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്